ഒരു നിമിഷം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. മുന്നോട്ട് വന്ന 4 ഗുണ്ടകളും തെറിച്ചപ്പുറം കിടക്കുന്നതാണ് അവർ കണ്ടത്. ശ്രുതി നോക്കുമ്പോൾ മഴയിൽ നനഞ്ഞു കുളിച്ച് തന്റെ ഹേസൽ കണ്ണുകളെല്ലാം രക്തവർണ്ണമായി മുന്നേ രാക്ഷസ രൂപനായി നിൽക്കുന്ന ത്രിലോകിനെ കണ്ടതും അവൾ ഒന്ന് വിറച്ചുപോയി. പെട്ടെന്നാണ് ബാക്കി ഗുണ്ടകളും കൂടി ത്രിലോകിനെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ശിവയും കൂടി ഇറങ്ങിയതും പിന്നെ അവിടെ ഒരു സംഹാര താണ്ഡവം തന്നെയായിരുന്നു. ഈ സമയത്തൊരു ഗുണ്ട ഓടി വന്ന് വടിവാൾ കൊണ്ട് ത്രിലോകിനെ വെട്ടുവാൻ ഒരുങ്ങുന്ന ശ്രുതി കണ്ടത്. അവൾ ഞെട്ടിക്കൊണ്ട് ഡോർ തുറക്കുവാൻ ഒരുങ്ങിയതും പെട്ടെന്നാണ് ഒരു അലറിക്കരച്ചിൽ കേട്ടത്. മുന്നോട്ട് നോക്കിയ ശ്രുതി വിറച്ചുപോയി. ആ ഗുണ്ടയുടെ കയ്യിലുണ്ടായിരുന്ന വടിവാൾ ഇപ്പോൾ ത്രിലോകിന്റെ കയ്യിലാണ്. ഒപ്പം ആ വാൾ ഗുണ്ടയുടെ വയറിലേക്ക് കുത്തി ഇറക്കി അവൻ. കയ്യിലുണ്ടായിരുന്ന വാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തന്റെ പാൻസിന്റെ പുറകിലായി തിരികെ വെച്ചിരുന്ന 2 സൈലൻസർ ഗൺ എടുത്ത് മുന്നിൽ വരുന്ന എല്ലാ ഗുണ്ടകളെയും വെടിവെച്ച് വീഴ്ത്തിയിട്ടു ത്രിലോക്. ത്രിലോകിന്റെ സംഹാരം കണ്ട് ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് ശ്രുതി ആ കാറിൽ മരവിച്ചിരുന്നു പോയി. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് 10 ഗുണ്ടകളാണ് ത്രിലോകിന്റെ വെടിയേറ്റ് വീണത്. കൂട്ടത്തിൽ അത്രയും നേരം വീരശൂര പരാക്രമിയായി നിന്നിരുന്ന ഗുണ്ടാത്തലവൻ ത്രിലോകിന്റെ രാക്ഷസ രൂപം കണ്ട് പേടിയോടെ 2 അടി പിറകോട്ട് നീങ്ങിപ്പോയി. കാറ്റ് പോലെ ത്രിലോക് പാഞ്ഞു വന്ന് അയാളുടെ മുന്നിൽ വന്ന് മുഖത്തോട് മുഖം നോക്കിയതും അയാൾ ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അവന്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് പേടിയോടെ നോക്കി നിന്നുപോയി. പറ, ആരുടെ കൊട്ടേഷനാണ്? ഒന്നും പറയാതെ മുന്നിൽ തന്നെ നോക്കി ഭയത്തോടെ നിൽക്കുന്ന തലവനെ നോക്കി അവൻ ചോദിച്ചു. പറയാൻ ഭൈരവ്. പിന്നെ പിന്നെ തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ത്രിലോക് ആ ഗുണ്ട ഇനി ആരുടെ പേരാണ് പറയാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി അയാളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഈ സമയം കാറിൽ ഇരുന്നു കൊണ്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ശ്രുതിയുടെ അവസ്ഥ മറിച്ചല്ലായിരുന്നു. ഒരു നിമിഷം ആ തലവന്റെ കണ്ണുകളിൽ ഭയമെന്ന വികാരം ഇരച്ചു കയറി. പക്ഷേ അപ്പോഴും അനി പറഞ്ഞ വാക്കുകൾ അയാളുടെ ഓർമ്മയിൽ തങ്ങി നിന്നു. അഥവാ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും ഈ അനിയുടെ പേര് പറയരുത്. മാളവിക, അവൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ അവനെ ആക്രമിക്കാൻ പോയത്. കൂട്ടത്തിൽ ഭൈരവന്റെ പേരും പറഞ്ഞു. ശരി സാർ, അങ്ങനെ തന്നെ ചെയ്യാം. എന്താടാ മോനെ ആലോചിച്ച് നിൽക്കുന്നത്? കള്ളം പറയുവാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ കയ്യിലുള്ള ഗണ്ണിന്റെ ഉണ്ടകളെല്ലാം നിന്റെ തലയോട്ടി പിളർന്നുകൊണ്ട് പോകും. കാണൂടാ നിനക്കത്? ത്രിലോകിന്റെ വലിഞ്ഞു മുറുകിയ മുഖത്തേക്ക് നോക്കുവാൻ പോലും ധൈര്യമില്ലാതെ ആ ഗുണ്ട ഒന്ന് വിറച്ചു പോയി. എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മാളവിക മേഡമാണ് ആ കാറിലിരിക്കുന്ന പെൺകുട്ടിയെ കൊല്ലുവാൻ വേണ്ടി കൊട്ടേഷൻ തന്നത്. കൂടാതെ ഭൈരവ് എന്ന് പറയുന്ന ഒരു സാറും. പക്ഷെ ആ സാറിന് കള്ളമാണ് നീ പറയുന്നത്. അല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. ആ ഗുണ്ടാത്തലവൻ മറ്റെന്തോ പറയാൻ ഒരുങ്ങിയതും അതിനു മുന്നേ അയാളുടെ വയറ് തുളച്ചുകൊണ്ട് ത്രിലോകിന്റെ ഗണ്ണിലെ ബുള്ളറ്റ് കയറി ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും ശിവ ഓടി ത്രിലോകിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നീ എന്ത് പണിയാടാ ഈ ചെയ്തത്? നീ എന്തിനാ അയാളെ കൊന്നത്? അയാൾ ചിലപ്പോൾ സത്യം പറഞ്ഞിരുന്നെങ്കിലോ? നോ വേ മാൻ, അയാളുടെ മുഖം വിളിച്ച് പറയുന്നുണ്ട് അവൻ പറയുന്നത് കള്ളമാണെന്ന്. പിന്നെ സത്യം പറയാൻ ഒരു ചാൻസ് കൊടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ നീ കണ്ടില്ലേ? ഇല്ലടാ, അവൻ ഒരിക്കലും സത്യം പറയില്ല. ഗുണ്ടയാണെങ്കിലും കൂറുള്ളവനാണ്. പണം വാങ്ങി ചതിക്കില്ല എന്നർത്ഥം. ശിവ ത്രിലോകിന്റെ വാക്കുകൾക്ക് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. പക്ഷെ എന്തോ ഓർത്തെന്ന പോലെ ശിവ ത്രിലോകിനോട് ചോദിച്ചു. അല്ലടാ, അപ്പോൾ ഭൈരവും മാളവികയും അല്ലാതെ നമുക്ക് മറ്റൊരു ശത്രു ഉണ്ടെന്നാണോ നീ പറഞ്ഞു വരാൻ പോകുന്നത്? അതേടാ, ആരോ ഉണ്ട് നമ്മുടെയൊക്കെ പുറകെ. ഒന്നുകിൽ നമ്മൾ അറിയാത്ത ഒരുത്തൻ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരുവൻ. ആരായാലും ഈ ത്രിലോകിന്റെ കണ്ണിൽ നിന്നും അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല. എന്റെ പെണ്ണിനെ നോവിക്കാൻ നോക്കിയവൻ, അല്ലെങ്കിൽ അവൾ ആരായാലും വെറുതെ വിടില്ല ഈ ത്രിലോക്. ആരുടെയൊക്കെയോ മരണം അടുത്തു എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ. ശിവ അത് പറയുമ്പോൾ ത്രിലോകിന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവന് ശ്രുതിയെക്കുറിച്ച് ഓർമ്മ വന്നത്. പിന്തിരിഞ്ഞ് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു കാറിൽ തന്നെ ഇരുന്ന് ഭയത്തോടെ തങ്ങളെ നോക്കിയിരിക്കുന്നവളെ. ഒരു നിമിഷം അവളുടെ വിരണ്ട മുഖം കണ്ടതും ത്രിലോകിന് പാവം തോന്നി. അവൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ ശിവയ്ക്ക് നൽകിക്കൊണ്ട് ഓടി ശ്രുതിയിരിക്കുന്ന കാറിന്റെ അടുക്കലേക്ക് ചെന്നു. കാറിൽ കയറിയതും ശ്രുതി നിറകണ്ണുകളോടെ ത്രിലോകിനെ തന്നെ നോക്കിയിരുന്നു. ഹേ ബേബി ഗേൾ, വൈ ആർ യു ക്രൈയിങ്? കണ്ണിൽ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയോട് ചോദിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ത്രിലോകിന്റെ നെഞ്ചിലേക്ക് വീണു. അവനെ ഇറുകെ കെട്ടിപ്പുണർന്നു. ആ സമയം അവളുടെ ശരീരം ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അവിടെ നടന്ന സംഭവ വികാസങ്ങൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആ നിമിഷം ത്രിലോകിന് മനസ്സിലായി. ഇങ്ങനെ ഒരു അവസ്ഥ ചിത്രീകരിച്ച ഏതവനാണെങ്കിലും അവനെ വെറുതെ വിടില്ല എന്ന് ത്രിലോക് ആ സമയം മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കുകയായിരുന്നു. ശ്രുതിയുടെ തലമുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്ന പോലെ ശ്രുതി ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് ത്രിലോകിന്റെ ശരീരം ആസകലം തന്റെ കൈകൾ കൊണ്ട് തലോടി ചോദിച്ചു. ഒന്നും പറ്റിയില്ലല്ലോ ത്രിലോക്, അല്ലേ? നിറ കണ്ണുകളോടെ തന്റെ കവളിലായി കൈകൾ വെച്ച് ചോദിക്കുന്നവളെ കണ്ടത് ത്രിലോകിന് അവളോട് എന്തെന്നില്ലാത്ത പ്രണയവും വാത്സല്യവും തോന്നി. ഒന്നും പറ്റിയില്ല ബേബി ഗേൾ. തന്റെ ഇരു കണ്ണുകളും ചിമ്മി തുറന്നുകൊണ്ട് അവൻ കുസൃതിച്ചിരിയാലെ പറഞ്ഞു. സത്യത്തിൽ ത്രിലോകിന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരിക്കുമ്പോൾ ശ്രുതി തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം നേരത്തെ ത്രിലോകിന്റെ സംഹാരതാണ്ഡവം കണ്ട തനിക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് അവന്റെ തൊട്ടരികിൽ ഇരിക്കുവാനും അവനെ എങ്ങനെ ചേർത്ത് പിടിക്കുവാനും ഭയം തോന്നാത്തത്? പക്ഷെ പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം ശ്രുതി കണ്ടെത്തിയിരുന്നു. അതെ,
പ്രണയമാണ് എനിക്ക് ത്രിലോകിനോട്. പിന്നെ താൻ എന്തിനു ഭയക്കണം? ഇന്ന് ഈ ലോകത്ത് ശ്രുതിക്ക് സ്വന്തമെന്ന് പറയാൻ എൻ്റെ ത്രിലോക് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഓരോ ജീവശ്വാസവും ഇന്ന് തനിക്ക് മാത്രമായിട്ടുള്ളതാണ്. ത്രിലോകിന്റെ പ്രണയത്തെ മാത്രമല്ല, അവന്റെ കാമത്തെയും ദേഷ്യത്തെയും താൻ ഒരുപോലെ പ്രണയിക്കുന്നു എന്നുള്ള സത്യം ശ്രുതി ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. അവന്റെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവനെ വരിഞ്ഞു മുറുക്കി അവന്റെ നെഞ്ചിലെ തല ചേർത്ത് കിടക്കുമ്പോൾ ശ്രുതിയുടെ മനസ്സും ശാന്തമാക്കുന്നത് അവൾ ഒരു അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഒട്ടും അമാന്തിക്കാതെ തന്നെ ശിവ വീണ്ടും കാറെടുത്ത് അവർ യാത്ര തിരിച്ചു ശ്രുതിയുടെ നാട്ടിലേക്ക്. ഏകദേശം നേരം പുലർന്നു തുടങ്ങിയപ്പോഴാണ് അവർ നാട്ടിലേക്ക് എത്തിയത്. അതിനു മുന്നേ ശിവ ത്രിലോകിന്റെ ഗാർഡ്സിനെ വിളിച്ച് റോഡിലുള്ള ബോഡിയെല്ലാം നശിപ്പിച്ചു കളയുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു. പിറ്റേന്ന് നഗരം ഉണരുമ്പോൾ ആ റോഡിന്റെ പരിസരത്ത് അങ്ങനെ ഒരു കൊലപാതകം നടന്നതിന്റെ ഒരു സൂചന പോലും ഇല്ലായിരുന്നു. രാക്ഷസൻ എന്ന് ബിസിനസ് വേൾഡിൽ അറിയപ്പെടുന്ന ത്രിലോകിനെ കുറിച്ച് ശ്രുതി കൂടുതൽ അറിയുവാനുണ്ടെന്ന് അവൾ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്ന് കണ്ണുകൾ അടച്ചു കിടക്കുന്ന ത്രിലോകിനെ നോക്കി അവൾ മനസ്സിലാക്കുകയായിരുന്നു. രാവിലെ തന്നെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് മാളവിക കണ്ണു തുറന്നത്. അനിയുടെ നമ്പർ കണ്ടതും അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഏട്ടാ, എന്തായി? ശ്രുതി തീർന്നു? മറുതലക്കിൽ നിന്നും അനി പറയുന്നത് കേൾക്കുവാൻ കൂടി ക്ഷമയില്ലാതെ മാളവിക അവനോട് ചോദിച്ചു. അത് പിന്നെ മോളെ. എന്താ ഏട്ടാ? അനിയുടെ സംസാരത്തിലെ പതർച്ച കേട്ടറിഞ്ഞതും മാളവികയുടെ പുരുകങ്ങളൊന്ന് ചുരുങ്ങി. എന്താണെങ്കിലും പറയേട്ടാ, എന്നെ എങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ. അത് പിന്നെ മോളെ, പ്ലാൻ ഫ്ലോപ്പായി എന്നാ തോന്നുന്നത്. അവന്മാരെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ 3 പേരും ശ്രുതിയുടെ നാട്ടിലെത്തിയെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. വാട്ട്? നോ. കയ്യിലുണ്ടായിരുന്ന ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മാളവിക ഒരു ഭ്രാന്തിയെ പോലെ അലറി. ഇല്ല ശ്രുതി, നീ രക്ഷപ്പെട്ടു വന്നു. എങ്ങനെ? ഇല്ലടി, നിന്നെ ഞാൻ എന്റെ ത്രിലോകിന്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കില്ലടി. ദേഷ്യം തീരാതെ അവൾ ആ റൂമിൽ കാണുന്ന എല്ലാ വസ്തുക്കളും നിലത്തേക്ക് എറിഞ്ഞുടച്ചു. നോ നോ, എന്റെ ശ്രുതി കയ്യെത്തും ദൂരത്ത് എനിക്ക് അവളെ കിട്ടിയിട്ട് കൈവിട്ട് പോയല്ലോ. തന്റെ കയ്യിലുണ്ടായിരുന്ന മധ്യ ക്ലാസ് ഫയർ ഊക്കോടെ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഷിറ്റ്, സുരേഷ് എയർ ടിക്കറ്റ് ബുക്ക് ചെയ്യ്. നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രുതിയുടെ നാട്ടിലേക്ക് തിരിക്കണം. ത്രിലോക് വരുന്നുണ്ടടാ. ഈ ഭൈരവ് നിന്റെ കയ്യിൽ നിന്ന് എന്റെ ശ്രുതിയെ എന്നേക്കുമായി നേടിയെടുക്കുവാൻ. ആ സമയം ഭൈരവന്റെ മുഖത്ത് വന്യതയാർന്ന ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. തന്റെ തറവാട്ടിലേക്കുള്ള ഓരോ പടികൾ കയറുമ്പോഴും ശ്രുതിയുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങി. തന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെയുള്ള മനോഹരമായ നിമിഷങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. ശ്രുതിയുടെ അവസ്ഥ മനസ്സിലാക്കി എന്നോണം ത്രിലോക് അവളുടെ കൈകൾ കൈ ചേർത്ത് പിടിച്ചു. ഒരു താങ്ങ് കിട്ടിയതുപോലെ നിറകണ്ണുകളോടെ ശ്രുതി ത്രിലോകിനെ നോക്കി. ഹേ ബേബി ഗേൾ, എന്തിനാ നീ കരയുന്നത്? നീ അത്രത്തോളം ആഗ്രഹിച്ചതല്ലേ ശ്രുതി ഇവിടേക്കൊരു തിരിച്ചുവരവ്? നിന്റെ അച്ഛനും മുത്തശ്ശിയും നമ്മുടെ വരവിന് വേണ്ടി കാത്തിരുന്നതായിരിക്കണം. ത്രിലോക് അത് പറഞ്ഞു കഴിയലും പെട്ടെന്നാണ് ഇടിവെട്ടി മഴ പെയ്തത്. രണ്ടുപേരും സത്യത്തിൽ ആ മഴ തന്നെ ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പരസ്പരം അവരെ നനയിച്ചുകൊണ്ട് ആ മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങി. പെട്ടെന്നുണ്ടായ മഴയായതിനാൽ ശിവ തന്റെ ബാഗ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഈ സമയം മഴ ആസ്വദിച്ചുകൊണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ത്രിലോകിനെയും ശ്രുതിയെയും കണ്ട ശിവയ്ക്ക് ചിരി വന്നു. അതെ, ഇങ്ങനെ നിന്ന് മഴ കൊണ്ടാൽ ഇവിടെ നിന്ന് പോകുന്നവരെ പനി പിടിച്ച് കിടക്കേണ്ടി വരും. യുവ ദമ്പതികൾ രണ്ടുപേരും അകത്തേക്ക് കയറിയാലും. അവരെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ശിവ മുന്നേ ഓടി. ശിവയുടെ കളിയാക്കലുകൾ കേട്ട് ശ്രുതി ആകെ ചമ്മിപ്പോയി. ചമ്മിയ മുഖത്തോടെ തന്നെ ശ്രുതി ത്രിലോകിനെ നോക്കിയതും അവന്റെ ഭാവത്തിൽ അവളൊന്ന് വിറച്ചുപോയി. അവിടെ അപ്പോൾ ശ്രുതിക്ക് മാത്രം അറിയാവുന്ന ഒരു വശ്യതയാർന്ന നോട്ടമായിരുന്നു. അവന്റെ തീക്ഷ്ണതയേറിയ ആ ഹേസൽ കണ്ണുകളിലെ നോട്ടം ശ്രുതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നാണം കൊണ്ട് ശ്രുതി ആകെ പൂത്തുലഞ്ഞു പോയി. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തന്റെ നനഞ്ഞൊട്ടിയ സാരി കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവളും ഓടി തറവാട്ടിലേക്ക് കയറി. തന്റെ പ്രാണനോടി അകലുന്നത് നോക്കി ആ മഴയിൽ തന്നെ അല്പനേരം നിന്നു ത്രിലോക്. പിന്നീട് ശ്രുതിക്ക് മാത്രമായി വിരിയുന്ന ഒരു മനോഹരമായ പുഞ്ചിരിച്ചോടിയിൽ ഒളിപ്പിച്ചുകൊണ്ട് അവനും തറവാട്ടിലേക്ക് കയറി. നല്ല മഴയായതിനാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലും ശ്രുതി ശിവയ്ക്കും ത്രിലോകിനും തറവാടിന്റെ അകത്തളം മുഴുവൻ കാണിച്ചു കൊടുത്തു. ശ്രുതി ആ സമയം മനസ്സിലാക്കുകയായിരുന്നു, തറവാട് ഒരുപാട് മാറിപ്പോയി. തന്നോട് പറയാതെ ത്രിലോക് തന്നെ തറവാടിന്റെ റിനോവേഷൻ നടത്തിയ കാര്യം അവൾ ഇപ്പോഴാണ് അറിഞ്ഞത്. പഴമ നിലനിർത്തിക്കൊണ്ട് അകത്ത് ഒരുപാട് ആധുനികത വരുത്താൻ ത്രിലോക് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. ശോഷിച്ചു പോയ തറവാട് ഇന്ന് അവിടെ കാണാനില്ല. പകരം പ്രൗഢിയോടുകൂടി തലയുയർത്തി നിൽക്കുന്ന തറവാടിനെയാണ് ശ്രുതി കയറി വരുമ്പോൾ കണ്ടതെന്ന് അവൾ ഒന്ന് ഓർത്തുപോയി. രാത്രി ശ്രുതി തന്നെയാണ് മൂവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയത്. ഓരോന്ന് സംസാരിച്ചും കളിച്ചും ചിരിച്ചും അവർ 3 പേരും ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിച്ചു. 2 പേരോട് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ശിവ അവൻ നൽകിയ റൂമിലേക്ക് കയറിപ്പോയി. കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് ശ്രുതി ത്രിലോകിനോട് പറഞ്ഞതും അവന് ശ്രുതിയുടെ മുറിയിലേക്ക് കയറിപ്പോയി. ഏറെ സമയം കഴിഞ്ഞിട്ട് തന്റെ പെണ്ണിനെ കാണാത്തത് കൊണ്ട് ത്രിലോക് പതിയെ ഹാളിലേക്ക് വന്നു നോക്കി. ഈ പെണ്ണിത് എവിടെ പോയി? ത്രിലോക് എല്ലായിടവും ശ്രുതിയെ തേടി നടന്നു. മുൻവാതിൽ നോക്കിയപ്പോൾ അത് അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. പിറകിലെ വാതിൽ നോക്കുമ്പോൾ അതും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ശ്രുതി, ശ്രുതി! ത്രിലോക് വീണ്ടും ശ്രുതിയെ വിളിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അടുക്കളയുടെ ഇടതുവശത്തായി ഒരു വാതിൽ തുറന്നു കിടക്കുന്നു.
എന്തോ ഒരു ഉൾപ്രേരണയിൽ അവൻ പതിയെ ആ ഇടനാഴിയിലൂടെ നടന്നകന്നു. വെളിച്ചം ഉള്ളതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. ലൈറ്റ് എല്ലാം ഓൺ ചെയ്താണ് കിടക്കുന്നത്. അതിനർത്ഥം ശ്രുതി ഇവിടെ എവിടെയോ ഉണ്ടെന്ന് ത്രിലോകിന് മനസ്സിലായി. അവന്റെ നടത്തം ചെന്ന് അവസാനിച്ചത് കുളക്കടവിന്റെ അടുത്തേക്കായിരുന്നു. സത്യത്തിൽ അപ്പോഴാണ് ത്രിലോകിന് മനസ്സിലായത് തറവാടിന്റെ അകത്തളത്ത് കൂടിയും കുളക്കടവിലേക്ക് എത്തുവാൻ ഉള്ള ഒരു വഴിയാണിതെന്ന്. കുളക്കടവിന്റെ പടവുകൾ ഇറങ്ങിച്ചെന്ന ത്രിലോക് കാണുന്നത് മഴ ആസ്വദിച്ചുകൊണ്ട് താമരക്കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന ശ്രുതിയെയാണ്. ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട്. ആ മഴ കുളത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ടായിരുന്നു. താമരപ്പൂക്കളിൽ മഴത്തുള്ളികൾ വീഴുമ്പോൾ അത് പതിയെ ഇളകുന്നുണ്ട്. അതിന് മാറ്റുകൂട്ടുവാൻ എന്നോണം കുളത്തിലെ വെള്ളത്തിന്റെ ഓളവും കൂടിയാകുമ്പോൾ ആ കാഴ്ച വളരെ മനോഹരമായ ഒന്നായിരുന്നു. തന്റെ അരികിലായി ആരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയ ശ്രുതി പതിയെ തിരിഞ്ഞു നോക്കിയതും കണ്ടു ത്രിലോകിനെ. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് ശ്രുതി വീണ്ടും മഴയിലേക്ക് തന്നെ നോക്കിക്കിടന്നു. സത്യത്തിൽ ഇരുവരും ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം രണ്ടുപേരുടെയും ചുടികളിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ത്രിലോകിന്റെ നാസികയിൽ നിന്നും വമിക്കുന്ന ചുടു നിശ്വാസം ശ്രുതിയുടെ കഴുത്തിലായി വന്ന് പതിയുന്നുണ്ടായിരുന്നു. അത്രയും നേരം മഴ ആസ്വദിച്ചുകൊണ്ടിരുന്ന ശ്രുതിയുടെ ശരീരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ത്രിലോകിന്റെ ഒരു നിശ്വാസത്തിന് പോലും തന്റെ ശരീരത്തിനെ മാറ്റിമറിക്കുവാൻ കെൽപ്പുണ്ടെന്ന് ആ സമയം ശ്രുതി മനസ്സിലാക്കുകയായിരുന്നു. തന്റെ ഇടുപ്പിൽ മുറുകുന്ന അവന്റെ കൈകളിൽ അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പ്രവാഹം കടന്നു പോയതുപോലെ ശ്രുതിക്ക് തോന്നി. ത്രിലോക്, ബേബി ഗേൾ, ഐ നീഡ് യു നൗ. അത്രയും പറഞ്ഞു കഴിഞ്ഞതും ത്രിലോകിന്റെ ചുണ്ടുകൾ അവളുടെ ശംഖ് പോലുള്ള കഴുത്തിലേക്ക് ഊർന്നിറങ്ങിയിരുന്നു. തൽക്ഷണം ശ്രുതി വില്ലുപോലെ ഒന്ന് വളഞ്ഞുപോയി. അവളിൽ നിന്നും ഉയർന്നു വീണ ശീൽക്കാര ശബ്ദം അവന്റെ പ്രണയത്തിന്റെ എല്ലാ അതിർവരമ്പുകളെയും തെറ്റിക്കുന്ന ഒന്നായിരുന്നു. ത്രിലോക് ശ്രുതിയെ എടുത്ത് തന്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളുടെ മാറിലെ ധാവണി ചുഴറ്റിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ശ്രുതിക്കൊന്ന് ചിന്തിക്കുവാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ത്രിലോക് തന്റെ ഇരു കൈകളിലുമായി അവളെ എടുത്തുകൊണ്ട് കുളത്തിലേക്ക് ഇറങ്ങിയിരുന്നു. സത്യത്തിൽ ത്രിലോകിന്റെ പ്രവൃത്തിയിൽ ശ്രുതി ഒന്നാകെ ഞെട്ടിത്തരിച്ചു പോയി. ശ്രുതിയെ കുളപ്പടവിന്റെ അവസാന പടിയിൽ ഇരുത്തുമ്പോൾ ആ വെള്ളത്തിന്റെ അലയടികൾ അവളുടെ ശരീരത്തിലേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അവളെ നോക്കിക്കൊണ്ട് തന്നെ ത്രിലോക് ഷർട്ട് ഊരി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് ശ്രുതിയെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ കുളത്തിലേക്ക് ചാടി നീന്തുവാൻ തുടങ്ങി. ഒന്ന് മുങ്ങി നിവർന്ന ത്രിലോക് അവന്റെ കൈകൾ കൊണ്ട് അവന്റെ മുടി മുകളിലേക്ക് ഒതുക്കിക്കൊണ്ട് ആ ഹെയർസെൽ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ശ്രുതിയെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. ത്രിലോകിന്റെ ദൃഢതയാർന്ന ശരീരത്തിലൂടെ മഴത്തുള്ളികൾ ചിന്നി ചിതറിപ്പോയി. അവന്റെ ഉരുക്കുപോലുള്ള ശരീരത്തിലൂടെ മഴത്തുള്ളികൾ ഊർന്നിറങ്ങുന്നത് തെല്ലൊരു അസൂയയോടെ ശ്രുതി നോക്കി നിന്നു. ശ്രുതിയെ നോക്കിക്കൊണ്ട് തന്നെ ത്രിലോക് അല്പം നീന്തി കൂട്ടം കൂട്ടമായി നിൽക്കുന്ന താമരപ്പൂക്കളുടെ അടുത്തേക്ക് നീന്തി ചെന്നു. അതിൽ നിന്നും ഒരു താമര പൊട്ടിച്ച് തന്റെ കൈകളെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ വീണ്ടും നീന്തി ശ്രുതിയുടെ അടുക്കലേക്ക് ചെന്നു. ആ സമയം പെണ്ണ് ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കുകയായിരുന്നു. മഴത്തുള്ളികൾ അപ്പോഴും അവളുടെ വെണ്ണ പോലുള്ള ശരീരത്തിൽ തുള്ളി കളിച്ചുകൊണ്ടിരുന്നു. കറുത്ത മുത്തുകളും സ്വർണ്ണ മുത്തുകളും ഇടകലർന്നിട്ടുള്ള പൊന്നരഞ്ഞാണം ശ്രുതിയുടെ അണിവയറിന് വല്ലാത്തൊരു വശ്യതയും ഭംഗിയും നൽകുന്നുണ്ടായിരുന്നു എന്ന് ത്രിലോക് ആ സമയം മനസ്സിലാക്കുകയായിരുന്നു. ശ്രുതിയുടെ അണിവയറിലെല്ലാം ഒന്ന് ചുംബിച്ചുണർത്തുവാൻ ത്രിലോകിന് അതിയായ മോഹം തോന്നി. ത്രിലോക് നോക്കുമ്പോൾ അവളുടെ നാഭിയിലാകെ മഴവെള്ളം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്ന താമരപ്പൂ എടുത്ത് ത്രിലോക് അവളുടെ മുഖം മുതൽ അണിവയർ വരെ പതിയെ ഒന്ന് തലോടി. ആദ്യം ശ്രുതിയുടെ മുഖത്തു നിന്നും അവളുടെ കഴുത്തിലേക്കും പിന്നീട് അവിടെ നിന്നും മാറിടത്തിലേക്കും അവസാനം ആ താമരപ്പൂക്കൾ ശ്രുതിയുടെ അണിവയറിലുമായി വിശ്രമം പൂണ്ടു. സത്യത്തിൽ ത്രിലോകിന്റെ ആ പ്രവൃത്തിയിൽ ശ്രുതി ഒന്ന് പുളഞ്ഞുപോയി. ഈ സമയം അങ്ങ് മംഗലശ്ശേരി അജയഘോഷ് എന്ന അജയൻ ശ്രുതിയുടെ ഓർമ്മകളിൽ മുഴുകി ജനൽക്കമ്പിയിൽ പിടിച്ചുകൊണ്ട് പുറത്തെ മഴ നോക്കി നിൽക്കുകയായിരുന്നു. എവിടെയാ പെണ്ണേ നീ? ശ്രുതിയെ ഓർത്ത് അജയന്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അവന്റെ കവളിനെ നനയിച്ചുകൊണ്ട് ഊർന്നിറങ്ങി. ലുക്ക് അറ്റ് മൈ ഫേസ് ബേബി ഗേൾ. തന്റെ ചെവിയിടുക്കിലായി അവന്റെ ചുടുനിശ്വാസം വന്ന് പതിക്കുന്നത് കണ്ണുകൾ അടച്ചാണ് നിൽക്കുന്നതെങ്കിലും ശ്രുതി അറിയുന്നുണ്ടായിരുന്നു. തന്റെ മുഖത്തേക്ക് നോക്കാതെ മഴയെ കുതിർന്ന് വിറച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്ന പെണ്ണിനെ കണ്ടതും കുസൃതി തോന്നിയ ത്രിലോക് ശ്രുതിയുടെ മുഖത്തേക്കൊന്ന് ഊതി. അവന്റെ ചുടുനിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. ത്രിലോകിന്റെ ഹേസൽ കണ്ണുകളുടെ വശ്യത ശ്രുതിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ സമയം ത്രിലോക് ശ്രുതിയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങി. ചുംബിച്ചുകൊണ്ട് തന്നെ അവസാന കൽപ്പടവിൽ നിന്നും ത്രിലോക് ശ്രുതിയെയും കൊണ്ട് കുളത്തിലേക്ക് മറിഞ്ഞു. കുളത്തിന്റെ അടിത്തട്ടിലേക്ക് ഇരുവരും പോകുമ്പോൾ ശ്രുതി ആകെ ഭയന്നു പോയിരുന്നു. അത് മനസ്സിലാക്കിയതെന്നപ്പോൾ ത്രിലോക് പതിയെ അവളെയും കൊണ്ട് ഉയർന്നു പൊങ്ങി. ശ്വാസം ആഞ്ഞു വലിച്ച് ശ്രുതി നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവന്റെ കണ്ണുകൾ അവളുടെ ഇളം റോസ് ചുണ്ടുകളിൽ തങ്ങി നിന്നു. ശ്രുതി ഒന്ന് ഓക്കെ ആയതും അവൾ അപ്പോഴാണ് ത്രിലോകിനെ ഒന്ന് മുഖമുയർത്തി നോക്കിയത്. അവന്റെ വശ്യതയേറിയ നോട്ടത്തെ അവൾക്ക് നേരിടുവാൻ സാധിച്ചില്ല. ത്രിലോക്. ശ്രുതിക്ക് തന്റെ തൊണ്ട വറ്റി വരളുന്നത് പോലെ തോന്നി. ബേബി ഗേൾ. നനഞ്ഞ കൈവിരലുകളെ ത്രിലോക് അവളുടെ മുഖത്തിലൂടെ പതിയെ തലോടി. ത്രിലോകിന്റെ കൈവിരലുകളുടെ മാന്ത്രികതയിൽ ശ്രുതിയുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി. അവളുടെ നെറ്റിയിൽ കൂടി ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ പതിയെ നാസികയിലൂടെ ഒഴുകി ചുണ്ടുകളിലൂടെ ഒഴുകി കഴുത്തിലൂടെ താഴേക്കിറങ്ങി അതെവിടെയോ പോയി ഒളിച്ചു. അതെവിടേക്കാണ് പോയതെന്ന് അറിയുവാൻ അവന്റെ മനസ്സൊന്ന് കൊതിച്ചു.
തനിക്ക് മുന്നിൽ നിൽക്കുന്ന തന്റെ ശ്രുതിയുടെ വസ്ത്രമെല്ലാം നനഞ്ഞ് അവളുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്നിരുന്നു. ത്രിലോകിന്റെ ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. അവളുടെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ചന്ദനത്തിന്റെ ഗന്ധം അവനിൽ ആകെ മത്തുപിടിപ്പിക്കാൻ തുടങ്ങി. അവൾ ഉടുത്ത ധാവണി അവളുടെ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്നിരുന്നു. ത്രിലോക് പതിയെ തന്റെ കൈവിരൽ കൊണ്ട് അവളുടെ ധാവണി അവളിൽ നിന്ന് മാറ്റി ദൂരേക്ക് എറിഞ്ഞു. ഒരു നാണത്തോടെ അവനെ എതിർക്കാതെ അവൾ തലകുനിച്ചുകൊണ്ട് നിന്നു. നാണത്താൽ അവളുടെ മുഖമെല്ലാം ചുവന്ന് തുടുത്തിരുന്നു. ബേബി ഗേൾ. അവൻ അവളുടെ അരയിൽ പിടിച്ചിരുന്നവന്റെ കൈ ഒന്നുകൂടി ബലം ചേർത്ത് അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. ശ്രുതിയൊന്ന് പിടഞ്ഞുപോയി. ത്രിലോക്. ശ്രുതിയുടെ ത്രിലോക് എന്ന വിളിയിൽ പോലും എന്തോ ഒരു വശ്യത കലർന്നതുപോലെ ത്രിലോകിന് തോന്നി. അവളുടെ ത്രിലോക് എന്ന വിളിയിൽ അവന്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു. അവൾക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ ചെഞ്ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവനെ ഒന്ന് എതിർക്കാൻ പോലും അവൾക്ക് സാധിച്ചില്ല. അവന്റെ മായിക ലോകത്തിൽ അകപ്പെട്ടു പോയിരുന്നു അവളും. ചുംബനത്തിന്റെ തീവ്രതയിൽ തന്റെ വസ്ത്രങ്ങൾ തന്നിൽ നിന്നും അഴിയുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അതൊരു വന്യമായ ചുംബനമായിരുന്നു. അവളിൽ അവനോടുള്ള പ്രണയമായിരുന്നെങ്കിൽ അവൻ അവളോട് വന്യതയാൽ തീർത്ത ഒരു പ്രണയമായിരുന്നു. അവൻ നൽകുന്ന മായിക ലോകത്തിൽ അകപ്പെട്ടു പോയിരുന്നു ശ്രുതി. പൂവിലെ തേൻ പണ്ട് നുകരുന്നത് പോലെ അവൻ അവളുടെ ശരീരത്തിലൂടെ തന്റെ വിരലുകൾ കൊണ്ട് ഒരു മാന്ത്രികത തന്നെ തീർത്തു. അവന്റെ വന്യത അവൾക്ക് ശരിക്കും താങ്ങാൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും വളരെ പ്രണയത്തോടെ തന്നെ ശ്രുതി തന്റെ ഇരു കൈകളും വിടർത്തിക്കൊണ്ട് കൂടുതൽ അവനെ ചേർത്ത് പിടിച്ചു. സുഖമുള്ള ഒരു ചെറിയ നോവ് നൽകി അവൻ അവളിലേക്ക് പൂർവാധികം ശക്തിയോടെ തന്നെ പ്രവേശിച്ചു. തളർന്നുകൊണ്ട് അവളുടെ മാറിലേക്ക് തന്നെ ത്രിലോക് തളർച്ചയോടെ വീഴുമ്പോൾ അപ്പോഴും അവളുടെ കൈകൾ അവനെ തലോടുന്നുണ്ടായിരുന്നു. ഇനിയും എക്കാലവും ഏത് ജന്മത്തിലും പരസ്പരം ഒന്നായി താൻ ഉണ്ടാകുമെന്ന് വാക്ക് നൽകുന്നത് പോലെ.